Hello friends, Electromagnetics in the പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. നമ്മൾ ഡൈവേർജൻസ് ഓഫ് എ വെക്ടർ കണ്ട സമയത്ത് അതിൽ നിന്ന് നമ്മൾ ഡൈവേർജൻസ് തിയറം കണ്ട പോലെ തന്നെ കേൾ ഓഫ് എ വെക്ടറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു തിയറമാണ് സ്റ്റോക്സ് തിയറം എന്ന് പറയുന്നത്. സ്റ്റോക്സ് തിയറം എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറാണ്. അതിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദി സർക്കുലേഷൻ ഓഫ് എ വെക്ടർ ഫീൽഡ് A around a closed path L is equal to the surface integral of curl of A over the open surface S bounded by L, provided A and del cross A are continuous on S. So ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്നുള്ളത് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു സർഫസ് കൺസിഡർ ചെയ്യാണ്. ഈ ഒരു സർഫസ് എന്ന് പറയുന്നത് നമ്മൾക്ക് S ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ അതുപോലെ തന്നെ നമ്മൾ അതിനകത്തുള്ള ഒരു സ്മോൾ സെക്ഷൻ നമ്മളവിടെ എടുക്കുകയാണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഡെൽറ്റ എസ് ഓർ ഡി എസ്. സോ അതിൻ്റെ നോർമൽ എന്ന് പറയുന്നത് ആ ഒരു സർഫസിന് നോർമലായിട്ടായിരിക്കും വരിക. അതിനെയാണ് നമ്മൾ ഡി എസ് എന്ന് വിളിക്കുന്നത്. ഇനി ഇതേ സർഫസിൻ്റെ തന്നെ ഒരു ക്ലോസ്ഡ് പാത്ത്, ഇതിൽ യെല്ലോ ലൈനിൽ കാണിച്ചിട്ടുള്ളതാണ് അതിൻ്റെ ഒരു ക്ലോസ്ഡ് പാത്തായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. സോ ഈ ക്ലോസ്ഡ് പാത്തിനെ ഞാൻ എല്ലായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ക്ലോസ്ഡ് പാത്തിന്റെ ഒരു സ്മോൾ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കും? ഇതുപോലെ ഒരു സ്മോൾ സെക്ഷൻ എടുത്തിട്ട് അത് ഡി എൽ ആയിട്ടും എടുക്കും. സോ ഈ സെയിം സർഫസിൽ നമ്മളൊരു സ്മോൾ സെക്ഷൻ ഓഫ് സർഫസ് എടുത്തു. അതുപോലെ തന്നെ ഈ സെയിം സർഫസിന്റെ ഈ കോർണറിലുള്ള ക്ലോസ്ഡ് പാത്ത് കൺസിഡർ ചെയ്തിട്ട് അതിന്റെ ഒരു സെക്ഷൻ ഡി എല്ലും ഞാൻ അവിടെ എടുക്കുകയാണ്. സോ ഈ ഒരു കൺസിഡറേഷൻ ആണ് നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. And the Stoke's theorem state that closed integral over L A dot dl is equal to integral over S del cross A ds എന്നാണ് സ്റ്റോക്സ് തിയറം പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു ക്ലോസ്ഡ് പാത്ത് എടുത്തിട്ട് A dot dl കണ്ടാലും അതല്ലെങ്കിൽ ഈ ഒരു സർഫസ് എടുത്തിട്ട് ഡെൽ ക്രോസ് A കണ്ടു കഴിഞ്ഞാലും ബോത്ത് ആർ ഈക്വൽ എന്നാണ് സ്റ്റോക്സ് തിയറം പറയുന്നത്. സോ ഈ എക്സ്പ്രഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫ് നമുക്കൊന്ന് നോക്കാം. ദാറ്റ് ഈസ് ദ സർഫസ് എസ് ഈസ് സബ്ഡിവൈഡ് ഇൻ ടു ലാർജ് നമ്പർ ഓഫ് സെൽസ്. ഓക്കെ, ഇതിനെ നമ്മൾ ഡിഫറെൻറ്റ് സെല്ലുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. അത് കെ നമ്പർ ഓഫ് സെൽസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ ഏരിയനെ ഡെൽറ്റ എസ് കെ എന്ന് എക്സ്പ്രസ് ചെയ്യുന്നു. ആൻഡ് ദ ബൗണ്ടഡ് പാത്ത് ഇസ് എൽ കെ. ദാറ്റ് ഈസ് ഞാൻ ഈ സപ്പോസ് ഇതാണ് എൻ്റെ സർഫസ് എന്ന് വിചാരിക്കുക. സോ ഈ സർഫസിനെ ഞാൻ ഇതുപോലെ ഡിഫറെൻറ്റ് പീസുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിച്ചാൽ കാണാം, ദിസ് ഈസ് എ സെക്ഷൻ, ദിസ് ഈസ് അനദർ സെക്ഷൻ, ദിസ് ഈസ് അനദർ സെക്ഷൻ. സോ ഇതിലൊക്കെ നിങ്ങൾ നോക്കിയാൽ കാണാം, ഈ ഒരു സെക്ഷനും എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഡയറക്ഷൻ വരുന്നുണ്ട്, അതുപോലെ ഈ ഒരു ഡയറക്ഷൻ വരുന്നുണ്ട്. സോ ഇതിൻ്റെ ഇൻസൈഡിലുള്ള ആരോസ് നോക്കിയാൽ കാണാം, ഈ സെയിം ആരോ തന്നെ നമുക്ക് ഓപ്പോസിറ്റും വരുന്നുണ്ട്. സപ്പോസ് ഈ രണ്ട് ബ്ലോക്ക് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ആക്ഷനിൽ നമുക്ക് ഇങ്ങനെ ഒരു ആരോ വരുന്നുണ്ട്, ഇതിൽ നമുക്ക് സെയിം ആയിട്ട് ഇങ്ങനെ ഒരു ആരോ വരുന്നുണ്ട് അല്ലേ. സോ ഈ രണ്ടെണ്ണവും കൂടെ ക്യാൻസൽ ആയി പോകും. ദാറ്റ് മീൻസ് ഇതിൻ്റെ ഇൻസൈഡിലുള്ള എല്ലാ ക്ലോസ്ഡ് പാത്തിൻ്റെയും ആരോസുകൾ തമ്മിൽ ക്യാൻസൽ ആയി പോകും. ആകെ നമുക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഔട്ട്സൈഡിലുള്ള ആരോയുടെ എഫക്റ്റ് മാത്രമാണ്. സോ നമുക്ക് സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് ഒരു സർഫസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ സർഫസിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് എന്താണ്, ഈ ഒരു ഔട്ട്സൈഡിലുള്ള മാത്രം ക്ലോസ്ഡ് പാത്ത് എടുത്തിട്ട് അതിൻ്റെ ഇൻറ്റഗ്രേഷൻ കാണുന്നതാണ്. ഓക്കെ, സോ ഇതൊന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് എക്സ്പ്രഷൻ ആയിട്ട് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ക്ലോസ്ഡ് പാത്ത് എ ഡോട്ട് ഡി എൽ, ഇതിൻ്റെ ക്ലോസ്ഡ് പാത്താണ് നമ്മൾ എടുക്കുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, ഈ ഓരോ സെക്ഷൻ്റെയും സമ്മേഷൻ കെ ടൈംസ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഓരോന്നും എടുത്തിട്ട് അതിനെ ജസ്റ്റ് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ആ ഒരു എക്സ്പ്രഷനിൽ നമ്മൾ ഡെൽറ്റ എസ് കെ എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് സെയിം തന്നെയാണ്. ഇതിൽ നമ്മൾ ഈ ഡെൽറ്റ ഓഫ് എസിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എന്ത് എഴുതാം? ഡെൽ ക്രോസ് എ എന്ന് എഴുതാം അല്ലേ. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ. ദിസ് ഈസ് നത്തിങ് ബട്ട് സ്റ്റോക്സ് തിയറം. സോ ഇതാണ് അതിൻ്റെ ഒരു പ്രൂഫ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഡൈവേർജൻസ് തിയറവും സ്റ്റോക്സ് തിയറവും എങ്ങനെ റിലേറ്റ് ചെയ്യാം? ദറ്റ് ഈസ് the divergence theorem relate a surface integral to a volume integral, whereas Stoke's theorem relates a line integral to a surface integral. സോ നമുക്ക് ഒരു സർഫസ് ഇൻ്റഗ്രൽ ഉള്ളതിനെ വോളിയം ഇൻ്റഗ്രലാക്കി മാറ്റാനോ അല്ലെങ്കിൽ വോളിയം ഇൻ്റഗ്രൽ ഉള്ളതിനെ സർഫസ് ഇൻ്റഗ്രലാക്കി മാറ്റാനോ നമുക്ക് ഡൈവേർജൻസ് തിയറം യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റോക്സ് തിയറം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സർഫസ് ഇൻ്റഗ്രലിനെ ലൈൻ ഇൻ്റഗ്രലാക്കി മാറ്റാനോ അല്ലെങ്കിൽ ലൈൻ ഇൻ്റഗ്രലിനെ സർഫസ് ഇൻ്റഗ്രലാക്കി മാറ്റാനോ സാധിക്കുന്നതാണ്. ഓക്കെ, സോ ആ ഒരു റിലേഷൻഷിപ്പാണ് നമ്മൾ ഈ സ്റ്റോക്സ് തിയറത്തിലും ഡൈവേർജൻസ് തിയറത്തിലും പറയുന്നത്.
ഓക്കെ, സോ ഈ എക്സ്പ്രഷൻസ് ഒക്കെ നന്നായിട്ടൊന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ പിന്നീട് പലപ്പോഴും ഈ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യും. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.